കോവിഡ് പ്രതിസന്ധിയിലും സാധ്യതകൾ കണ്ടെത്തി വിജയത്തേരോട്ടം നടത്തുന്ന ഒട്ടേറെ തൊഴിൽ മേഖലകളും സംരംഭകരുമുള്ള നാടാണ് കേരളം. നിത്യജീവിതത്തിന് വഴിമുട്ടിയവർ മുതൽ പ്രവാസികൾ വരെ സ്വന്തം നിലയിൽ ജീവിതമാർഗം കണ്ടെത്തിയ ആ കാലത്താണ് പത്തനംതിട്ട ജില്ലയിലെ കുറിയന്നൂരിൽ വിനീത മാത്യുവും ഭർത്താവ് മാത്യു ജോജി എബ്രഹാമും ചേർന്ന് മൊബൈൽ ക്യാന്റീൻ എന്ന ആശയത്തിന് മലയോര മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തിയത്. ഞങ്ങൾ 2016 ഒരു ഫുഡ് ട്രക്കാണ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ആ 2016 ഫുഡ് ട്രക്ക് ഒരു വലിയ ഹിറ്റായിരുന്നു. ജോളീസ് കിച്ചൺ എന്ന് പറഞ്ഞ് തെക്കേമലയിൽ കോഴഞ്ചേരി മേഖലയിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. ഹസ്ബൻഡാണ്, ബിക്കോസ് ഹസ്ബൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഹസ്ബൻഡ് ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഉള്ള ആളായതുകൊണ്ട് ഞങ്ങൾ ഇത് തുടങ്ങാൻ കാര്യമായിരുന്നു. ജോളീസ് കിച്ചൺ എന്ന പേരിൽ പുറത്തിറക്കിയ സ്വന്തം മൊബൈൽ ക്യാന്റീൻ മലയോര മേഖലകളിൽ ഓടിത്തുടങ്ങിയതിന്റെ വിജയം യൂട്യൂബിൽ പങ്കുവച്ചതോടെയാണ് ഇത്തരമൊരു ആശയത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ച് കോവിഡ് കാലത്ത് ഒട്ടേറെ പേർ രംഗത്തെത്തിയത്. ആവശ്യക്കാർക്ക് ക്യാന്റീൻ ട്രക്കുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ഈ ദമ്പതികൾ സമ്മതിച്ചതോടെ യൂണിക്കോൺ കോച്ച് വർക്ക്സ് എന്ന ഈ സംരംഭത്തിന് ആരംഭമായി. ഇന്ത്യയിൽ ഒരു 10 വർഷമായിട്ടുള്ളൂ ഫുഡ് ട്രക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നിട്ട്. അതേസമയം കേരളത്തിലേക്ക് ഈ ഫുഡ് ട്രക്ക് എന്ന് പറയുന്ന ട്രക്കിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 അതിനുശേഷം അതിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുകയും നമുക്ക് ഫുഡ് ട്രക്ക് ഒരു രജിസ്റ്റേർഡായിട്ട് മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള ഒരു രജിസ്റ്റേർഡായിട്ട് ആദ്യത്തെ വണ്ടി 2016 എനിക്ക് ഇറക്കാൻ പറ്റി. കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് ഈ ഒരു കോൺസെപ്റ്റ് എൻക്വയറീസ് നല്ലപോലെ ഉള്ളതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയും ഒരു ചെറിയ വർക്ക്ഷോപ്പ് ആയിട്ട് ചെറിയ രീതിയിൽ അന്ന് ഞങ്ങൾ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഫണ്ട് കൊണ്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരിലെ ഓട്ടോമൊബൈൽ രംഗത്തു നിന്നുള്ള അനുഭവത്തെ പാഠമാക്കിയും ഈ രംഗത്ത് പുതിയ നിർമ്മാണ സാധ്യതകൾ കണ്ടെത്തിയും തെക്കുംമൂട്ടിൽ ഇവർ വർക്ക്ഷോപ്പ് ആരംഭിച്ചതോടെ യൂണിക്കോൺ കോച്ച് വർക്ക്സ് കേരളം മുഴുവൻ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ എല്ലാ ജില്ലകളിലും ഈ ദമ്പതിമാരുടെ കയ്യൊപ്പ് പതിഞ്ഞ ക്യാന്റീൻ ട്രക്കുകൾ രുചിയുടെ വൈവിധ്യം അറിയിച്ച് സഞ്ചരിക്കുകയാണ്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊരു 150 എൻക്വയറീസ് ഫോണിൽ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം, ദാറ്റ് ഇസ് 2020 നമ്മളൊരു 13 വെഹിക്കിൾസ് ചെയ്തിട്ടുണ്ട്. മാറിയ കാലത്ത് ചേരുന്ന സംരംഭം എന്ന ആശയത്തിനാണ് ഈ ദമ്പതിമാർ തുടക്കം മുതൽ പ്രാധാന്യം നൽകുന്നത്. അതുതന്നെയാണ് വർത്തമാനകാല കേരളത്തിലെ ചെറുകിട വ്യവസായ രംഗം ആവശ്യപ്പെടുന്നതും. നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റിയാൽ അവിടേക്ക് ആൾക്കാർ വരികയും പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെറിയൊരു സൗകര്യം അവിടെ നിന്ന് കഴിക്കാനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകും. ഉള്ളിലൊരാശയം പേര് നടക്കുകയല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള മനസ്സാണ് വ്യക്തികളുടെ വിജയം നിശ്ചയിക്കുകയെന്ന പ്രാഥമിക പാഠം ജീവിതത്തിൽ അനുവർത്തിച്ചു മുന്നേറുമ്പോൾ പുതുതലമുറ സംരംഭകരോട് ഇവർ പറയുന്ന വാക്കുകൾക്കും പ്രാധാന്യം ഏറെയുണ്ട്. സ്ത്രീകളായ ഞങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളൊരാശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. പല എതിർപ്പുകൾ കാണും, പല ആൾക്കാരും നമ്മളെ നോക്കി ചിരിക്കും, നമുക്ക് മാനസികമായി എന്തോ പ്രോബ്ലമാണെന്ന് ചിലപ്പം വിചാരിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള പുതിയ പുതിയ കൺസെപ്റ്റുകളാണ് ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് മുമ്പോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. ലൈസൻസ് ഇല്ലാതെ 3 വർഷത്തേക്ക് സംരംഭം തുടങ്ങാം. കൈത്താങ്ങായി സംരംഭക സഹായ പദ്ധതി. വിവരങ്ങൾക്ക് ലോഗിൻ ചെയ്യൂ www.industry.kerala.gov.in.